ഹലോ, ചെമ്പനീർ പൂവിൽ പ്രേക്ഷക മനസ്സുകളെ മരവിപ്പിക്കുന്ന ഒരു അറ്റകൈ പ്രയോഗം ആര് നടത്തുന്നു? നമ്മുടെ ശ്രുതി. അതേ കൂട്ടുകാർ, ശ്രുതി ആ ഒരു നിലനിൽപ്പിന് വേണ്ടി നടത്തുന്നതാണ് ഈ ഒരു ഒറ്റകൈ പ്രയോഗം. ശരി, സമ്മതിച്ചു, ഓക്കെ, ശ്രുതിക്കും ജീവിക്കണം, അതൊക്കെ ശരി. പക്ഷേ ഇത് കുറച്ച് കൂടി പോയില്ലേ എന്നൊരു സംശയം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിക്ക് ഓർഡർ കൊടുത്തിരിക്കുക, കൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പൊങ്കലിന് മുമ്പ് ഉറപ്പായിട്ടും നമ്മുടെ മുത്തശ്ശിയുടെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രുതിയുടെ അച്ഛൻ ആ ഒരു തട്ടുകളായിട്ട് നമ്മുടെ വർഷയുടെ അമ്മ എത്ര തട്ടുകൾ കൊണ്ടുവന്നു അതിലും കൂടുതൽ തട്ടുകളായിട്ട് വരണം എന്നായിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ ഓർഡർ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അപ്പുറത്തെ ഒരു വെപ്രാളത്തിൽ നമ്മുടെ ശ്രുതി തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട്. ആ ശരി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ ശേഷം നമ്മുടെ ശ്രുതി ഈ ഒരു കാര്യം നമ്മുടെ മീര ആ ഒരു കൂട്ടുകാർത്തിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടുകാർത്തിയാണ് നമ്മുടെ ശ്രുതിക്ക് ഈ ഒരു അറ്റകൈ പ്രയോഗം പറഞ്ഞു കൊടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മലേഷ്യയിൽ നിന്ന് നമ്മുടെ ചെറിയച്ഛൻ, നമ്മുടെ ശ്രുതിയുടെ ചെറിയച്ഛനാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഇറച്ചിവെട്ടുകാരനെ ഇറക്കാൻ പോകുകയാണ് നമ്മുടെ ശ്രുതി. അതേ പ്രേക്ഷകർ, നമ്മുടെ ചെമ്പനീർ പൂവിന് കിടുകിട വറയ്ക്കും. കാരണം എന്താണ്, നമ്മുടെ ഒരു ഇറച്ചിവെട്ടുകാരനാണ് ഇനി വരാൻ പോകുന്നത്. ചോര കണ്ട് അറപ്പു മാറിയ ഒരു ഇറച്ചിവെട്ടുകാരൻ അല്ലേ പ്രേക്ഷകർ? അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇതിൽ പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ നമ്മുടെ ശ്രുതിയും നമ്മുടെ ആ ഒരു പുതിയ ആ ഒരു ചെറിയച്ഛനും കൂടെ. എന്തായാലും ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ? ഇത് നമ്മുടെ ചന്ദ്രമതി പൊക്കിയാൽ പിന്നെ പറയേ വേണ്ട, നമുക്ക് പ്രേക്ഷകർക്ക് പൊടിപൂരം എപ്പിസോഡുകൾ തന്നെ ആയിരിക്കും നമ്മുടെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ഐ എം ദി മലയാളി സൈനിങ് ഓഫ്.